ഹായ് ഫ്രണ്ട്സ്, കിസാൻ നാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ചെടികൾക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെടികൾക്ക് ആവശ്യമുള്ളത് 20 മൂലകങ്ങളാണ്. അതിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും ആണ് പ്രധാന മൂലകങ്ങൾ. പിന്നെ ഉപപ്രധാന മൂലകങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ. ഉപപ്രധാന മൂലകങ്ങൾ എന്ന് പറയുന്നത് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. പിന്നെ സൂക്ഷ്മ മൂലകങ്ങൾ ഇരുമ്പ്, മാംഗനീസ്, ബോറോൺ, നാഗം, ചെമ്പ്, മോളിബ്ഡനം, ക്ലോറിൻ, സോഡിയം, കൊബാൾട്ട്, വനേഡിയം, സിലിക്ക എന്നിങ്ങനെയാണ്. അപ്പോൾ 17 മൂലകങ്ങളായി. ഇനി കാർബണും ഓക്സിജനും വായുവിൽ നിന്ന് കിട്ടും, 19ആയി. പിന്നെ ഹൈഡ്രജൻ വെള്ളത്തിൽ നിന്ന് കിട്ടും. മണ്ണിൽ നിന്നും ലഭിക്കുന്ന മൂലകങ്ങളെ പറ്റി നാം ചിന്തിക്കാറുള്ളൂ. വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നും കിട്ടുന്നവയ്ക്ക് ക്ഷാമം ഉണ്ടാകാറില്ല. മണ്ണിൽ നിന്നും കിട്ടുന്ന മൂലകങ്ങളെ 3 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇവ പ്രധാന മൂലകങ്ങൾ, ഉപപ്രധാന മൂലകങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവയാണ്. പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവ വിളകൾക്ക് കൂടിയ അളവിൽ വേണ്ടിവരുന്നു. തന്മൂലം ഇവയുടെ ലഭ്യത മണ്ണിൽ ഉറപ്പുവരുത്തുവാൻ നാം രാസവളങ്ങൾ ഉപയോഗിക്കുന്നു. ഈ 3 മൂലകങ്ങളാണ് നാം സാധാരണ രാസവളം വഴി മണ്ണിൽ ചേർക്കുക. അതിനാൽ ഇവയെ രാസമൂലകങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ഉപപ്രധാന മൂലകങ്ങളായ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവ പ്രധാന മൂലകങ്ങളുടെ അത്ര കണ്ട് ആവശ്യമില്ല. രാസവളമായി ഇവ മണ്ണിൽ ചേർക്കേണ്ടതുമില്ല. പലപ്പോഴും രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ മൂലകങ്ങൾ കൂടി മണ്ണിൽ ചേരാറുണ്ട്. ഉദാഹരണത്തിന് അമോണിയം സൾഫേറ്റ് മണ്ണിൽ ചേർക്കുമ്പോൾ നൈട്രജൻ കൂടാതെ സൾഫർ കൂടി മണ്ണിൽ ചേരുന്നു. വളരെ കുറഞ്ഞ അളവിൽ വിളകൾക്ക് ആവശ്യമുള്ള മൂലകങ്ങളാണ് സൂക്ഷ്മ മൂലകങ്ങൾ. ഏതാനും ഗ്രാം മാത്രമാണ് ഒരു ഹെക്ടറിലുള്ള വിള ഇത്തരം മൂലകങ്ങൾ വലിച്ചെടുക്കുക. എന്നിരുന്നാലും ഇവയുടെ ലഭ്യത പ്രധാനമാണ്. ആദ്യത്തെ 16 മൂലകങ്ങൾ എല്ലാ ചെടികൾക്കും അത്യാവശ്യമാണ്. എന്നാൽ അവസാനത്തെ 4 സൂക്ഷ്മ മൂലകങ്ങൾ ചിലയിനം ചെടികൾക്ക് മാത്രമാണ് അത്യാവശ്യം. ഇനി നമുക്ക് മൂലകങ്ങളുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് നൈട്രജൻ, അതായത് NPKയിലെ നൈട്രജൻ, അത് യൂറിയ. ചെടികളിലെ പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിന്റെ പ്രധാന മൂലകമാണിത്. പ്രോട്ടീനുകളാണ് ചെടിയുടെ വളർച്ചയുടെ പ്രധാന ഘടകം. അതായത് ചെടികൾ കരുത്തോടെ വളരണമെങ്കിൽ നൈട്രജൻ കൂടിയേ തീരൂ. അതുപോലെ തന്നെ ഇലകൾക്ക് പച്ച നിറം നൽകുന്ന ക്ലോറോഫിൽ കണികകളുടെ ഘടകം കൂടിയാണ് നൈട്രജൻ. നല്ല കടുത്ത പച്ചനിറം ഇലകൾക്ക് നൽകുന്നത് നൈട്രജനാണ്. ഇതിന്റെ അഭാവത്തിൽ വളർച്ചയെത്തിയ ഇലകളിൽ മഞ്ഞ നിറം ബാധിക്കുന്നു. കൂടാതെ വിളകളുടെ വളർച്ച മുരടിക്കുന്നതായും കാണാറുണ്ട്. ഇനി നമുക്ക് ഫോസ്ഫറസ് നോക്കാം. പി. വേരുകൾ വേഗം വളരുന്നതിനും അങ്ങനെ ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന മൂലകമാണിത്. അതുകൊണ്ട് നാം ഫോസ്ഫറസ് വളങ്ങൾ അടിവളമായി എപ്പോഴും ഉപയോഗിക്കുന്നത് വിളകൾ വേഗം വിളയുന്നതിനും അതുപോലെ തന്നെ തണ്ടുകൾക്ക് ശക്തി നൽകുന്നതിനും ഈ മൂലകം വേണം. പെട്ടെന്ന് പുഷ്പിക്കുന്നതിനും കായ്കളുടെ വളർച്ച മെച്ചപ്പെടുത്തുന്നതിനും ഫോസ്ഫറസ് ആവശ്യമാണ്. കൂടാതെ ചെടികളിലെ ഊർജ സംഭരണത്തെയും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റു പ്രക്രിയകളെയും നിയന്ത്രിക്കുന്ന ഘടകങ്ങളുടെ പ്രധാന ഭാഗവുമാണ് ഫോസ്ഫറസ്. ഈ മൂലകത്തിന്റെ അഭാവത്താൽ ഇലകൾക്ക് നീല കലർന്ന പച്ച നിറം കൈവരുന്നതായി കാണാം. വേരുകളുടെ വളർച്ച മുരടിക്കുന്നത് കൂടാതെ കായകളുടെ വളർച്ചയും മോശമാകും. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് പൊട്ടാഷ്, അതായത് K. ചെടികളിൽ നടക്കുന്ന നിരവധി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പൊട്ടാഷ്. ചെടികൾക്ക് കരുത്ത്, തണ്ടിന് കൂടുതൽ ബലം, അതുപോലെ തന്നെ രോഗങ്ങളെ ചെറുക്കാനുള്ള ശക്തി, വരൾച്ച ചെറുക്കാനുള്ള ശക്തി എന്നിവ നൽകുന്നത് ഈ മൂലകമാണ്. പിന്നെ ഇതിന്റെ അഭാവത്താൽ ചെടിയുടെ വളർച്ച സാവധാനത്തിലാകുന്നതായി കാണാം. വളർച്ചയെത്തിയ ഇലകളുടെ അഗ്രഭാഗം കരിയുകയും തവിട്ട് നിറത്തിലാവുകയും ചെയ്യുന്നു. കായ്കളിലും വിത്തുകളിലും ചുളിവുകൾ ഉണ്ടാകുന്നതിനും ഇതിന്റെ അഭാവം വഴിതെളിക്കും.
ഇനി നമുക്ക് ഉപപ്രധാന മൂലകങ്ങളായ കാൽസ്യം, മഗ്നീഷ്യം, സൾഫറും കൂടി നോക്കാം. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ വിശദമായിട്ട് രാസവളത്തിന്റെ പിന്നെ പ്രധാന മൂലകങ്ങളുടെയും സൂക്ഷ്മ മൂലകങ്ങളെയൊക്കെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തതാണ്. പിന്നെ ചിലർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പം വീണ്ടും ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി കാൽസ്യം നോക്കാം. സസ്യകോശ ഭിത്തിയുടെ പ്രധാന ഘടകമാണിത്. കൂടാതെ വേരുകളുടെ വളർച്ചയ്ക്കും കാൽസ്യം അത്യാവശ്യമാണ്. ചെടികളിൽ ഉണ്ടാകുന്ന അമ്ലങ്ങൾ നിർവീര്യമാക്കുന്നതും കാൽസ്യമാണ്. കൂമ്പിലയിൽ അഗ്രഭാഗങ്ങളുടെ വളർച്ച മുരടിപ്പ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഈ മൂലകത്തിന്റെ അഭാവം കാണിക്കുന്നു. അതുപോലെ തന്നെ വേരുകളുടെ വളർച്ചയും മുരടിക്കും. അതുപോലെ മുകുളങ്ങളും പൂക്കളും അസാധാരണമായി കൊഴിഞ്ഞു വീഴുന്നതും കാൽസ്യത്തിന്റെ അഭാവമായി കണക്കാക്കുന്നു. ഇനി നമുക്ക് മഗ്നീഷ്യം നോക്കാം. അതായത് ഇലകളുടെ പച്ചനിറത്തിന് ഹേതുവായ ക്ലോറോഫിൽ കണികകളുടെ മധ്യഭാഗത്തുള്ള മൂലകമാണ് മഗ്നീഷ്യം. പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, അന്നജം മുതലായവ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന മൂലകമാണ് മഗ്നീഷ്യം. അതുപോലെ തന്നെ മൂപ്പെത്തിയ ഇലകളുടെ അരികും ഞരമ്പുകൾക്കിടയിലും പച്ചനിറം മങ്ങുന്നതാണ് ഈ മൂലകത്തിന്റെ അഭാവത്തിന്റെ പ്രധാന ലക്ഷണം. ഇലകൾ. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ നന്ദി, നമസ്കാരം.